ഹായ് ഗായ്സ്, യോ വാട്സ്ആപ്പ് ഗായ്സ്. ഞങ്ങള് ഒരു ട്രിപ്പ് പോവാണ്, ചെറിയ ട്രിപ്പ്. ഗോകുലുണ്ട്, ജാസിലുണ്ട്, ജിബിൻ, ശ്രീരാഗുണ്ട്. പോയാരാ. ഹായ് ഗായ്സ്, കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി സുന്ദരമായ കാടമ്പയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. യാത്രയിൽ ഗോകുൽ പങ്കുചേരുന്നു, ജാസിൽ, ഞാനുണ്ട്. അതുപോലെ ഞങ്ങൾ യാത്രയിലാണ്. ഞങ്ങളിപ്പോൾ മലപ്പുറം ജില്ലയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്, റോഡൊക്കെ യാത്രയിലാണ്. ഒരു മണിക്കൂർ കൂടി ഉണ്ടാവും യാത്രയിലാണ്. വഴി പറഞ്ഞു കൊടുക്കാൻ അവിടെ ജിബിനുണ്ട്, ക്യാബിൻ ക്രൂ. ഇത് ഡ്രൈവറാണെന്ന് പറയുന്നു. അങ്ങനെ ഡ്രൈവർ സ്പൾബർ. ഗൈസ്, ഞങ്ങളിപ്പോൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. അരീക്കോട് നല്ല മഴയായിരുന്നു ഗൈസ്. ഇവിടെ ബ്ലോക്കാണ് അരീക്കോട് ടൗണിൽ. നല്ല ബ്ലോക്കാണ്, ചെറിയ മഴയുണ്ട്. ഗൈസ്, ഞങ്ങൾ മുക്കത്തിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. മുക്കത്തിനെത്തുമ്പോൾ ഒരു വലിയ മല ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഞങ്ങളുടെ എക്സ്പോർട്ട് ഡ്രൈവറായ സ്പൾബർ ഇപ്പോൾ വളച്ചെടുക്കുന്നത് ഏറെ സ്കില്ല് വയ്ക്കുക. മല കയറിയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ ഇവിടെ കടമ്പയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചുരം പോലാണ്. ചുരം എന്ന് പറയാനില്ല, പക്ഷെ നല്ല കയറ്റുണ്ട്. വണ്ടിയുടെ വലിയണില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി വലിയണില്ല. ഇതിപ്പോ ഇതിന്റെ സസ്പെൻഷൻ പോരാ. അല്ല, സസ്പെൻഷൻ അല്ല, പവറില്ല. പവർ കുറഞ്ഞ വണ്ടിയേക്ക് പവർ കൂടുതലായിരിക്കും. അല്ല, ഐസ് കടമ്പല പോയിക്കൊണ്ടിരിക്കാണ്. ഒരു ചുരം പോലുള്ള ചുരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല കയറ്റുണ്ട്. നല്ലൊരു കുന്ന് ഇങ്ങനെ കയറി പോവാണ്. കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നല്ല നല്ല പവറുള്ള വണ്ടികളായിട്ട് വരിക, എങ്കിലാണ് നല്ല ഇതിൽ പോകാൻ കഴിയുള്ളൂ. വഴി പറഞ്ഞാൽ വഴി ചെറിയ ചെറിയ നല്ലതാണ് വെച്ചാൽ നല്ലതാണ്, എന്നാൽ മോശമാണ് വെച്ചാൽ മോശമാണ്. അങ്ങനത്തെ ഒരു വഴിയാണ്. ഒരു ചുരം പോലുള്ള റോഡിൽ കൂടെയാണ് പോണത്. കുറച്ച് നല്ല കയറ്റം കയറി പോകാണ്ട് ആണ് അവസ്ഥ. ഗൈസ്, ഇതാണ് റോഡിന്റെ അവസ്ഥ. മേലെ കുറച്ച് കോടയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അവിടെ എത്തണം. ഈ സാധനം കുറച്ചല്ലോ നല്ല റോഡ് മോശം എന്ന് പറഞ്ഞാൽ ഇല്ല, എന്നാല് നല്ല കയറ്റം വരുന്നുണ്ട്. ചെറിയ ചെറിയ ഇടയ്ക്ക് ഗട്ടറൊക്കെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ മോശമില്ല. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം കോട കാണാൻ. കോട ഗൈസ്, അങ്ങോട്ട് നോക്കുക, അവിടെ അതാ കോട, ആ മേലെ. കാരണം ഇങ്ങനെയുള്ള വലിയ വളവുകളും തിരിവുകളും ചുരിവുകളും കൂടിയ റോഡാണ്. സ്പൾബർ നല്ല ഡ്രൈവിംഗ് ആണ് പറയാം. സ്പൾബർ നല്ല ഡ്രൈവിംഗ് ആണ്. ഗൈസ്, പോകുന്ന വഴിക്കൊക്കെ നല്ല കോടുണ്ട്. അതാണ് ഞങ്ങളുടെ യാത്ര കൂടുതൽ മനോഹരമാക്കുന്നത്. പോണ വഴിക്ക് കുറെ സഞ്ചാരികളെ കാണുന്നുണ്ട് കേട്ടോ. അത് വേറെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇങ്ങനെയുള്ള സഞ്ചാരികൾ ഇത്രയും കണ്ടിട്ടില്ല. കുറച്ച് വഴിയൊക്കെ തെറ്റിയിരുന്നു, പക്ഷെ ഗൂഗിളിലാണ്ട് വഴികൾ കറക്റ്റ് പിന്നെ കിട്ടിയാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് കയറിയപ്പോ നല്ലൊരു തണുപ്പും നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം. അതാണ് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമ. ഇത് കിട്ടില്ലല്ലോ ഗൈസ്. ഇതാണ് കോട. ഇത് കാണാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം വന്നത് ഈ കോട കാണാൻ പറ്റും. നിങ്ങളിത് കാണുക. ഇതാണ് കോട. നല്ല തണുപ്പുണ്ട് ഗൈസ്. നമ്മൾ പട്ടണത്തിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് ഇതൊക്കെ സിറ്റി ലൈഫ് ആയതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. ജീപ്പുകളൊക്കെ അറിയാനുണ്ടോ ഗൈസ്? ജീപ്പുമായിട്ട് വരികയാണെങ്കിൽ നല്ല സ്ഥിതിയിൽ പോകാം. കാറിന് അങ്ങനെ പെട്ടെന്ന് കയറില്ല കയറ്റം. നല്ല എനിക്ക് തോന്നുന്നു ഗൈസ്, ആ മലയിലെത്തിയ മഞ്ഞളെ പിടിക്കാൻ പറ്റുമെന്നാണ്. ഫുള്ള് വളവും തിരിവും ഞൊറിവുകളുള്ള റോഡാണ് ഗൈസ്. ഹായ് ഗൈസ്, ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി ഞങ്ങൾക്ക് ശരിക്കും അപ്പുറത്തെ വലയിലേക്ക് കയറി പോയിട്ട് ഞങ്ങൾ വേറൊരു വലയിലേക്ക് വല ചെറുതായിട്ട് മാറിപ്പോയി. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അടുത്തിട്ട് കാണാം.
ഗൈസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് പിന്നെ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട്. നല്ല തണുത്ത അന്തരീക്ഷമാണ്. കുറെ സഞ്ചാരികൾ കാറുകളൊക്കെ കാണുന്നു. നല്ല തണുത്തൊരു ക്ലൈമറ്റ് വരുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ഒരു വ്യൂ കിട്ടുമെന്ന് അറിയില്ല. ഞാൻ പോയി നോക്കാൻ എന്തായാലും. അവിടെ എത്തിയിട്ടുള്ള വ്യൂ എന്തായാലും ഇദ്ദേഹത്തിന് സന്തോഷമുണ്ട്. കാരണം എല്ലാ ടൈമുള്ള വ്യൂ നമ്മൾ ആസ്വദിക്കണമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഗായ്സ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് ഏകദേശം കക്കാടംപുഴ എത്തിയിട്ടുണ്ട്. ഗായ്സ് കക്കാടംപുഴ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു മഴയൊക്കെ നല്ല കോടൊക്കെ ഉണ്ട് എന്തായാലും. പക്ഷെ മഴയുണ്ട് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പറഞ്ഞാലും നല്ല തണുപ്പുണ്ട്. നല്ല കോടയുണ്ട്. നല്ല കുളിരൊക്കെ പോരുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് നല്ല കേട്ടോ. നല്ല കോടയുണ്ട്. മലമ്പ്രദേശത്ത് പറഞ്ഞാൽ വളരെ മെച്ചം. നല്ല കോട നല്ല ക്ലൈമറ്റൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ചാൾ മുമ്പ് വന്നപ്പോൾ ഇവിടെ റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഭയങ്കര ഫുള്ള് കുണ്ടും കുഴിയും വണ്ടി ഓടിക്കാൻ തന്നെ ചടയ്ക്കും. ഇപ്പം എന്തായാലും നല്ല റോഡായിരുന്നു. ഇപ്പം എന്തായാലും സുഖമായിട്ട് പോവാം. അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ വ്യൂ പോയിന്റിൽ പോയട്ടെ. നമ്മള് കക്കാടംപുഴ 50 മീറ്റർ നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റിൽ പോകാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ കക്കാടംപുഴ എത്തിയിട്ടുണ്ട്. ഇനി മറ്റേ വ്യൂ പോയിന്റിൽ എന്തായാലും കയറണം. ഗൈസ് നല്ല കോട കേട്ടോ. നേരത്തെ വന്നതിനേക്കാളും നല്ല കോടയാണ് ഇപ്പോൾ ഇത് വ്യൂ ഉണ്ടാവും അറിയില്ല. കോട ആയതുകൊണ്ട് വീഡിയോയ്ക്കും ക്ലാരിറ്റി കുറവായിരിക്കും. എല്ലാം പോയോട്ടെ. അല്ലേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിങ് അടിക്കുക. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതുപോലെ വീണ്ടും പുതിയ യാത്രകൾ ഇനിയും വീഡിയോയിൽ ചാനലിൽ വരുന്നത്. നല്ല കോട. ഇതാണ് കോട. ഇതാണ് മക്കളെ കോട. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോളേ ഇവിടുന്ന് ഞങ്ങൾ എൻ്റെ സ്കൂട്ടറിന് വന്നു. അപ്പോൾ സ്കൂട്ടർ ആയപ്പോൾ ഒരു വലിയ പാമ്പ് വട്ടം ചാടിന്. എടാ എൻ്റെ ഫോണോ? ഗൈസ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഫുള്ള് കോട. ഫുള്ള് കോടയാണ് ഗൈസ്. ഫുള്ള് കോടയാണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ നല്ല കോട ഉണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ചാലും അധികമായിരുന്നു കോട കേട്ടോ. നേരത്തെ പോയ മലയിൽ ഇത്ര കോടയില്ല. പക്ഷേ ഈ മലയിൽ അത് നല്ല കോട. ഇനി അവിടെ കയറിയാൽ വ്യൂ കാണാൻ പറ്റുക അറിയില്ല. പോയി നോക്കാം എന്തായാലും. ഗൈസ് എന്തായാലും ഇപ്പോൾ ഫുള്ള് കോടയാണ്. ചെറിയ മഴ ആരൊക്കെ പെയ്യുന്നൊക്കെ ഉണ്ട്. മഴവാരി പെയ്യുന്നിട്ടെങ്കിലും മഴ അല്ലാതെ തോന്നുന്നു. മഴവാരി പെയ്തിട്ടെങ്കിലും മഴ അല്ലാതെ തോന്നുന്നു. എന്തായാലും കുറച്ചായിട്ട് നടക്കാണ്ട്. അല്ല വൈബാട്ടോ. ഫുള്ള് കോട. ഫുള്ള് കോട. ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. ഓണാണോ? കുറച്ച് നേരം വൈകിയാലും നമ്മള് വിചാരിച്ചേക്കാണ് നല്ല കോടയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാനില്ല. നല്ല കോട. വന്ന് മുതലാണ് ഇത്. വഴി തെറ്റിയത് നന്നായിരുന്നു. പക്ഷെ എന്തായാലും പക്ഷെ വീഡിയോക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുമോ തോന്നില്ല. ഫുൾ ഡാർക്കാണ്. നല്ല കോടയാണ് ഗൈസ്. ഇവിടുന്ന് ഇനി കുറച്ച് വലിയ ഒരു കുത്തനൊരു കയറ്റം കയറാണ്ട് തോന്നുന്നു. ജീപ്പ് പോകുന്നത്. പക്ഷെ ജീപ്പിന് അത്ര നല്ല പൈസ കൊടുക്കണം. എന്നാലും ഞങ്ങൾ നടക്കാനാണ് വിചാരിക്കണേ ഗൈസ്. നമ്മൾ ഈ വലിയൊരു കയറ്റം കയറി അങ്ങോട്ട് പോകണം. എന്നിട്ട് മേലെ ടോപ്പിൽ എത്തണം. അപ്പോഴാണ് അവിടെ നല്ല വ്യൂ പോയിന്റ് ഉള്ളത്. കുറച്ചൊക്കെ കയറി പോകാണ്ട്. നല്ല കോടയാണ്. അത് തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. വന്ന മുതലായെന്ന് പറയാം. നല്ല കോടയാണ്. കയറി കൊഴിഞ്ഞണ് മടുത്തണ്. ഗൈസ് ഇതാന്ന് പറഞ്ഞത് ജീപ്പ് വരുന്നുണ്ട് പറഞ്ഞത്. ജീപ്പ് ഉണ്ട് ഇവിടെ. ജീപ്പിലാണേ പോകാം. പക്ഷേ പൈസ ഇല്ല ജീപ്പിൽ. നമുക്കെന്തായാലും കുറച്ചുകൂടി കയറ്റം കയറാണ്ട്.
കയറി പോവാ. ചോദിച്ചു നമ്മൾ പോകുന്നു. ഗൈസ് ഭയങ്കര നല്ല കൊയ്യുണ്ട് കേട്ടോ. അയ്യോ പൈസ ഉള്ളവരാണ് ജീപ്പ് എടുത്ത് തരുന്നത് നല്ലത്. അല്ല ഇന്ന ഒരു ആരോഗ്യമാണോ? ഗൈസ് നല്ല കോടുണ്ട്. ഈ ഒരു സംഭവം കൂടി ഇനി ഫുള്ള് കയറണം, അപ്പോഴാണ് വ്യൂ ഉണ്ടാവുള്ളൂ. എടാ ഈ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ 1 മില്യൺ അടിക്കാനുള്ള സാധനം. ഇപ്പൊ എന്താ പെട്ടെന്നൊരു വ്ളോഗോ? ഇജ്ജ് പോവല്ലേ, അതുകൊണ്ട് ഗൈസ് ഇത് ഫുള്ള് കയറണം, അപ്പോഴാണ് വ്യൂസ് ഉണ്ടാവുള്ളൂ. ഈ മല കയറിട്ട് നോക്കാം. ഗൈസ് മല കയറി ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പ്രകൃതി മനോഹരം. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇതാണ് കടമ്പുല്ല മലയിൽ കയറിയുള്ള അവസ്ഥ. നല്ല വ്യൂ ഉണ്ട്, മഞ്ഞന്തരം കുറവുണ്ട് ഗൈസ്. ഫുള്ള് കോടയാണ്. ഇപ്പം ഇവിടെ ഞങ്ങൾ വന്ന സ്ഥലത്ത് ഒന്നുകൂടി കോട പറങ്ങാൻ തുടങ്ങിയാണ്. നല്ല കോട ഇറങ്ങി. ഇപ്പോൾ അങ്ങോട്ട് ആ കാണുന്ന മലയിൽ അങ്ങോട്ട് പോകണമെന്നുണ്ട്, പോയി നോക്കണം എന്തായാലും. ഗൈസ് ഫുള്ള് കോടയാണ്, ഒന്നും കാണാൻ കഴിയില്ല. ബാക്ക് വ്യൂ ഫോട്ടോ എടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഫുള്ള് മഞ്ഞും ഇതൊക്കെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണണ്ടാവില്ലേ, ഫുള്ള് മഞ്ഞ്, ഫുള്ള് മഞ്ഞാണ്. ഗൈസ് ഞങ്ങളെന്തായാലും ഞങ്ങളെന്തായാലും ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഫുള്ള് കോടയാണ്, ഫുള്ള് കോടയാണ്. ഇറങ്ങാൻ പോവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, പറഞ്ഞാരല്ല. ഒരു കാശ്മീരത്തെ ഫീലൊക്കെ ഉണ്ട്. ഇറങ്ങി നക്കളെ. ഗൈസ് നല്ല കോടാണ്, അതുകൊണ്ടാണ് ഒന്നും ക്ലിയർ ആവണില്ല. ഇനി വീട്ടിലേക്ക് പോണ കാര്യം ഓർത്തില്ലാണ്. ഭയങ്കര കോട കേട്ടോ. ഏകദേശം ഒരു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു എടാ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടിയാടാ? ആ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 3000 അടി വലിപ്പുണ്ടാവും. അല്ല വലിപ്പമല്ല, ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഹൈ ആൾട്ടിറ്റ്യൂഡ്. എനിക്കത് തണുക്കുണ്ട്, അതുകൊണ്ടാണ് ഈ കോട്ടിട്ട്. കോട്ടിട്ട് എന്തായാലും എല്ലാരും വരുന്നവരൊക്കെ ഇങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരാ. സെറ്റർ എടുക്കാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ സെറ്റർ കൂടെ എടുക്കാന്. പിന്നെ അപ്പൊ ശരി ഗായ്സ്, ബൈ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ടിൻഡിങ് അടിക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോ ഫേസ് കാണൂല, വീഡിയോ ആണ്, വീഡിയോയില് കാണൂല, ഇരുട്ടാണ് ഫുള്ള്. ശരി ഗായ്സ്. ഞങ്ങള് മല ഇറങ്ങിയത് നല്ല ഇതാണ്, ഫുള്ള് ഇരുട്ടാണ്, ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണുന്നില്ല. അതാണ് ഫുള്ള് ഇതാണ്, ഫുള്ള് മഞ്ഞ് ഇതൊക്കെ കണ്ട് കാണില്ല. ഇങ്ങനെ ഫ്ലാഷ് ഒക്കെ അടിച്ച് പോവാണ്. അങ്ങാടി എത്തിയിട്ട് ഒരു ചാവടിക്കണം. വണ്ടികളൊക്കെ വരുന്നത് കാണാം.